Hi friends, welcome to my YouTube channel Andro Creations. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഡിസ്പ്ലേ മാറാൻ ഏതെങ്കിലും ഷോപ്പിൽ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ച് ചെയ്യാനായിട്ട് ഷോപ്പിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ഗ്ലാസ് മാറിയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ മാറിയിട്ട് ഇതേപോലെ ബാൻഡ് ഡിസ്പ്ലേ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ബാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെ കയ്യിൽ തരുന്നത്. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് തരുന്ന നിങ്ങളുടെ മൊബൈൽ എത്ര സമയം വരെ ഈ റബ്ബർ ബാൻഡ് ഇതിൽ ഇട്ട് വച്ചേക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കാരണം പലരും ചെയ്യുന്ന ചില തെറ്റുകൾ ഫോണിൻ്റെ ഡിസ്പ്ലേ വീണ്ടും ഡാമേജായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡാമേജായി വന്നിട്ടുണ്ട്, ഇതുപോലെ ഡാമേജായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര സമയം നമ്മുടെ ഡിസ്പ്ലേ ഇതേപോലെ ബാൻഡ് ചെയ്ത് വെക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓരോ ടെക്നീഷ്യനും നിങ്ങളൊരു ഷോപ്പിൽ കൊടുത്ത് ഡിസ്പ്ലേ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്ലാസ് മാറുന്ന സമയത്ത് ടെക്നീഷ്യന്മാർ നിങ്ങളുടെ അടുത്ത് പറയും ഇത്ര മണിക്കൂർ ബാൻഡ് ചെയ്ത് വെക്കുക, അതിനുശേഷം നിങ്ങൾ ആ ബാൻഡ് ഇളകി കളയുക, റബ്ബർ ബാൻഡ് ഇളകി കളയാൻ പറയും. ആ സമയം അത്രയും നിങ്ങൾ വെച്ചേക്കുക, അതിൽ കൂടുതൽ നിങ്ങൾ വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറയുന്നത് ഓരോ ടെക്നീഷ്യന്മാരും ഉപയോഗിക്കുന്ന ഗമ്മ് അത് പല വിസ്കോസിറ്റിയിലുള്ളതാണ്. എത്ര സമയമാണ് അത് ഒട്ടേണ്ട സമയം എന്നുള്ളത് ആ പേസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരു ടെക്നീഷ്യൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ടെക്നീഷ്യന്മാർക്കും അറിയാം ഈ ഒരു ഗം ആണെങ്കിൽ ഈ ഒരു ഗം എത്ര സമയം വരെ എടുക്കും, ഈ ഗ്ലാസ് നമ്മുടെ ഫ്രെയിമിൽ ഒട്ടിയിരിക്കുന്നതിന് എത്ര സമയം വരെ എടുക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു സമയം പറയുന്നത് 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ, 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ടെക്നീഷ്യൻ എത്ര സമയമാണ് പറയുന്നത് അത്രയും സമയം മാത്രമേ നിങ്ങൾ ആ ഒരു റബ്ബർ ബാൻഡ് നിങ്ങളുടെ ഫോണിൽ ഇട്ട് വയ്ക്കാവൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇളക്കി കളയണം. ചിലർ കൂടുതൽ നേരം നല്ല രീതിയിൽ ഒട്ടട്ടെ എന്ന് വിചാരിച്ച് കൂടുതൽ സമയം റബ്ബർ ബാൻഡ് അതിൽ തന്നെ ഇട്ട് വെച്ചേക്കും. പക്ഷേ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സമയം അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ പറയുന്നതിൽ കൂടുതൽ സമയം നമ്മൾ റബ്ബർ ബാൻഡ് അതിൽ ഇട്ട് വച്ചിരിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ പെട്ടെന്ന് ഡാമേജ് ആയിപ്പോവും. ഓട്ടോ ടച്ചിങ് പ്രോബ്ലംസ് വരും, അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ലൈൻസുകൾ വരും, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകൾ വരും. അപ്പോൾ കൂടുതൽ സമയം നമ്മളത് ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ടെക്നീഷ്യൻ എത്രയാണോ പറയുന്നത് അത്ര സമയം മാത്രമേ ഇട്ട് വയ്ക്കാവൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ റബ്ബർ ബാൻഡ് കൂടുതൽ സമയം ഫോണിൽ ഇട്ട് വയ്ക്കരുത്. ഓക്കെ, പലരും ഇതുമായി റിലേറ്റഡ് നമ്മളൊരു ഡിസ്പ്ലേ മാറി ഷോപ്പിൽ നിന്നും ഡിസ്പ്ലേ മാറി ഒരു കസ്റ്റമർ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും പ്രോബ്ലംസ് ഇതാണ്. കൂടുതൽ സമയം റബ്ബർ ബാൻഡ് ഇട്ട് വച്ചിരുന്നത് കൊണ്ടാണ്, നമ്മൾ പറഞ്ഞതിലും കൂടുതൽ സമയം റബ്ബർ ബാൻഡ് ഇട്ട് വച്ചിരുന്നത് കൊണ്ടാണ് പ്രോബ്ലംസ് വരുന്നത്. പക്ഷേ നമുക്കത് മാറിക്കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ പൈസ പോയാലും നമ്മളത് മാറിക്കൊടുക്കും. കാരണം അവർ സമ്മതിക്കത്തില്ല. റബ്ബർ ബാൻഡ് കൂടുതൽ സമയം ഇട്ട് വെച്ചത് കൊണ്ടാണ് ഈ പ്രോബ്ലംസ് വന്നതെന്നുള്ളത് അവർ സമ്മതിക്കത്തില്ല. പക്ഷേ നമുക്കറിയാം എത്ര സമയം അവർ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പലരും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പല വീഡിയോകളിലും താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ റബ്ബർ ബാൻഡ് ഒരു ടെക്നീഷ്യൻ എത്രയാണോ പറയുന്നത് അത്രയും സമയം മാത്രമേ നിങ്ങൾ ഇട്ട് വയ്ക്കാവൂ, അതിൽ കൂടുതൽ നിങ്ങൾ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ.